ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ചൊത്തര ഒന്നുണ്ടാ, ചൊത്തരന് മീനെ ബെഡിലുണ്ട്. പവറേഷ് ചൊത്തര നല്ല പവറേഷ് എന്താ. ഇന്നലെ 2 കുട്ടീസ് ഒരു കുട്ടി നേരെ വൈകി. ഇന്നലെ വീഡിയോ മേമ കഴിച്ചോ, ടൈമായി. ഇന്നലെ അമ്മോണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല. ഷുഗർ കുട്ടികള് നോക്കി പിന്നേക്ക് പോലാട്ടോ അടിയിട്ടുണ്ടാ. എന്താ അങ്ങനത്തെ ഒരു ടോക്ക്? ദേവിട്ടുണ്ണിയല്ലേ സെറ്റ്. ഉണ്ണിയെ ഒരു ടെററാപ്പമാന്ന് ആ കാണിക്ക് ആ കാണിക്ക്. ഭക്ഷണം കഴിച്ചോണ്ട് വർത്തനം നേരെ ഉണ്ണിയെ. ഇന്നലെ വണ്ടിക്കാരൻ വന്നിട്ട് കാത്തുനിന്ന് ഹോൺ അടിച്ചിട്ട് ഓടി പോയത് ഓർമ്മണ്ട? ആ അച്ചാച്ചനെ ദേഷ്യം പിടിപ്പിക്കാന്നൊക്കെ കണ്ടോ. അച്ചാച്ചൻ പണ്ടത്തെ ഇപ്പത്തെയൊക്കെ കുറുമ്പൂട്ടിയാണ്. ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ഉണ്ണിനെ കാണുക? ഇവിടെ ഇരിക്കുന്ന ആള് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ബാക്കിലുള്ള തുണിയൊക്കെ കാണും. നമുക്ക് സ്വത്താരൻ ദേവത്തിന് കാണിച്ചു തരാം കേട്ടോ. വേറെ വഴിയൊന്നും എല്ലാം കൂടി പറ്റില്ല. ഒരു വണ്ടിയില് ട്രെയിനില് ഒരു അച്ഛൻ, അമ്മ, ഒരു പെൺകുട്ടി, ഒരു ചേട്ടനും കൂടിയിട്ട് പോവായിരുന്നു. ഒരു യാത്ര പോവായിരുന്നു. അപ്പൊ ആ സമയത്ത് പെൺകുഞ്ഞി പറയും എനിക്ക്, അപ്പൊ ആ പെൺകുഞ്ഞി പറയും എനിക്ക് വിൻഡോ സീറ്റ് ജനാലയുടെ അവിടെയുള്ള സീറ്റിൽ ഇരിക്കണം. വിൻഡോ സീറ്റിൽ ഇരിക്കണം എന്ന് പറയും. അപ്പൊ ആ ചേട്ടൻ പറയുന്ന അപ്പുറത്തേക്ക് ഉണ്ട് വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന പറയുമ്പോൾ ചേട്ടൻ പറയും അപ്പുറത്ത് പോയിരുന്നോന്ന്. അപ്പൊ ആ പെണ്ണുണ്ണിയില്ലേ അച്ഛനും അമ്മയും ചേട്ടൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് പോയിട്ട് എന്നിട്ട് അവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ വയ്ക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ കുട്ടീനെ കാണില്ല. കുട്ടീൻ്റെ പിന്നെ കിട്ടുന്നിരിക്കും. കുറേ കാലമായിട്ടും കിട്ടുന്നു. അരി ബോംബെ ധാരാവി തെരുവിക്ക് കൊണ്ടുപോയിണ്ടാവും. കുട്ടികൾ കാണാണ്ടായി കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടിരുന്നത് എവിടേക്കാന്നറിയാം? ബോംബെ ധാരാവി തെരുവിക്ക്. എന്നിട്ട് അവിടുന്ന് കുട്ടികളെ വേറെ വേറെ സ്ഥലത്തേക്കൊക്കെ കടത്തും. ഒറ്റയ്ക്ക് വിറ്റത്ത് നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അറിയാത്ത ആൾക്കാർ വന്നിട്ട് മയക്കം. എനിക്കല്ല അങ്ങനെ അവര് വന്നിട്ട് പിന്നിൽ നിന്ന് മയക്കം ഇതൊക്കെ ആക്കിയിട്ട് ചാക്കിലിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവരപ്പം തന്നെ ബോംബെക്ക് കടത്തും. ഒറ്റയ്ക്കൊന്നും സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒന്നിനും പാടില്ല എന്ന് പറയാ. ഞങ്ങളെ ടീച്ചർ ഒറ്റയ്ക്ക് എവിടേക്ക് കേൾക്കില്ല. ഞങ്ങളുടെ ചേച്ചിമാര് വന്നിട്ട് മാത്രമേ ഞങ്ങളെ ഇറക്കാറുള്ള. അങ്ങനെ ശ്രദ്ധിക്കണം. അതല്ലാണ്ട് വീട്ടിലുള്ളപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയാനുള്ള പ്രശ്നം പറയണത്. ഒരു കുട്ടീനെ കഴിഞ്ഞ പോലെ വീട്ടിൽ നിന്ന് പിടിച്ച് തട്ടിക്കൊണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയത്. പോലീസും നാട്ടുകാരൊക്കെ ശ്രമിച്ചിട്ട് ഭയങ്കര ന്യൂസായിരുന്നു. കുട്ടികൾ എന്നോട് എവിടെ പുറത്തേക്ക് ഇറക്കണം. ഒന്ന് പാമ്പിന്റെ ശല്യം, ഒന്ന് ഇവിടത്തോരുടെ ചീത്ത ശല്യം. അങ്ങനെ പുറത്തേക്ക് ഇറക്കാത്തത് പാമ്പിന്റെ ശല്യാണ്. ഓറ കൈ നെടുഞ്ചോത്താര അച്ഛമ്മ ഇന്നലെ വന്നപ്പോ അച്ഛമ്മ പറഞ്ഞു അത് ഒരു വലിയൊരു പാമ്പ് അത് ഒരു ഓടിയെന്നൂട്ടാന്ന് പറഞ്ഞു. അമ്മ അച്ഛനിലൂടെ പാമ്പാ പാമ്പിന്റെ പേരാണത്. കുട്ടിയാണ് എന്തോ ഒരു കുറുമ്പാണ്. അച്ഛമ്മ എനിക്ക് മുട്ട കാണിക്ക് നേരെ കളഞ്ഞ വണ്ടി പൂട്ടാ. ഇന്നലെ തന്നെ ഓടി വണ്ടിയുടെ അടുത്തേക്ക് 2 കുട്ടീസ് ദേവട്ടുണ്ണിയാ. അത് തന്നെ വൈകുന്നല്ലേ ഞാൻ അടിക്കേണ്ടതേട്ടിക്ക് കൊളസ്ട്രോൾ ഇന്നലെ
തന്നെ അടിച്ചു ഒരു കുട്ടീനെ അടിച്ചിട്ട്. അച്ഛായി എന്തിനാ അത് അറിയില്ല കാണിക്ക് കുട്ടി ഞാൻ അങ്ങനെ അടിക്കാറൊന്നുമില്ല അടിക്ക് വിഷമാണ് എൻ്റെ കുട്ടി അടിച്ചു വിഷമൊന്നുമില്ല എന്നിട്ട് എവിടെ നല്ല വിഷമം നന്നയ്യാ ചെന്നിട്ട് എൻ്റെ കുട്ടീനെ ആ കൈക്ക് സമാധാനിപ്പിച്ചില്ലേ ആ കയ്യെ കുഴിഞ്ഞന്നില്ലേ കുട്ടികൾ കുറുമ്പ് അച്ചടിക്കൊക്കെ ചെയ്യും നല്ല കുറുമ്പ് കുട്ടിയായില്ലെന്നല്ലേ ചൊത്താരയ്ക്ക് കുറേ റബ്ബറുണ്ട് എന്നിട്ട് ചൊത്തര വരച്ച് എന്നിട്ട് കുറേ ആ റബ്ബറിൻ്റെ മുകളിലൊക്കെ വരച്ചു കൂട്ടിയിട്ട് ആ വരച്ചു കൂട്ടിയ റബ്ബർ എടുത്തിട്ട് മാറ്റി അപ്പോൾ ആ പുസ്തകത്തിലൊക്കെ ഡാർക്ക് കളർ വരില്ലേ എന്നിട്ട് പറയാ വേറെ റബ്ബർ കാണാനില്ലാത്ത എന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ വേഗിൽ കിടക്കുന്നു എന്തോടെ കുടുംബം കാണാൻ എന്തോരം കഴിക്കുണ്ണിയേ ഏത് കള്ളിയിലാ കിടന്ന് അത് തുറന്നു കിടക്കണ കള്ളിയില്ലേ ഞാൻ പറഞ്ഞില്ലേ ബോക്സിലോ നാവിലെ വെച്ചിട്ടുണ്ടാവും ഒക്കെ വേഗം തെക്കുന്നിറക്കില്ല എന്തേലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് പോരാ എന്നിട്ട് ഇന്നലെ മുതൽ അങ്ങനെ തന്നെയാണ് ഞാൻ ഇടി തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്താ എന്താവും തോറും വേഷപ്പെട്ട് എന്താന്ന് ഒരു അരസ്വഭാവ അച്ഛൻ്റെ എന്തോടെ ആക്ഷൻ കാണിക്കുന്നത് എല്ലാവരും അച്ഛനെ അച്ഛനെ രണ്ടാളെയും കൂടി കാണാൻ പറ്റില്ല അച്ഛനെ നീ 2 കുട്ടീസ് മുട്ട പുഴുങ്ങി കഴിക്കാൻ പോകുന്നു 2 കുട്ടീസ് കഴിഞ്ഞാൽ ചുന്തിരി പിണിയിട്ടാം ഞങ്ങളൊക്കെ ജോലിക്ക് അവിടെ പോയിട്ട് കഴിക്കാം ചൊത്താരെയാണ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്നത് അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് പാല് കിട്ടിയത് പിറ്റേ ദിവസം തന്നെ മുട്ട കിട്ടും കഴിച്ചു വച്ചാ ചൂടാറ്റി ശരിക്കും കഴിക്കണ കുറുമ്പ സമയായിടാ കുറിയിട്ട് കൊടുക്കും ചൊത്താൻ മുട്ടയുടെ ഉണ്ണിയധികം കഴിക്കില്ല ഇനി ഇത് കഴിക്കുക എന്നിട്ടൊരു മുട്ട നേരായി അച്ഛൻ പറഞ്ഞില്ലേ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ അതാ കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അങ്ങനെയൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന നാടോടികര് ഭിക്ഷാടകരൊക്കെ ഉണ്ട് അപ്പം എല്ലാ കുട്ടികളും വീട്ടിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത് എപ്പോഴും കൂടെ ആരെങ്കിലും വേണം കിടക്കാച്ചി ചട്നിയും കിടക്കാച്ചി ഇനി ഒരു മുട്ട കാണിക്ക മുട്ടയും കിടക്കാച്ചി ശരിക്കും ആയവർക്ക് നേരെ കളയലുണ്ണിയെ ഇതാണ് പ്രശ്നം കണ്ടില്ല രസം തട്ടല്ലേ കോഴിമുട്ട ചെറിയ കഷ്ണം തരുമ്പോഴൊക്കെ ഇതാക്കണം എടുക്കും മാമരിയ ഒരു കഷ്ണം ചെറിയ കഷ്ണം കോഴിമുട്ട തേണ്ടി എത്ര ചെറിയ പീസാ നോക്കി കൊടുത്തേക്കണ് ആ മായ തുറക്കാണ്ടിരിക്കുക എന്നാണ് കുറുമ്പൂട്ടിയുടെ രസം ഇതിൻ്റെ സ്വഭാവം എന്നല്ല ഇനി ഇന്നലത്തെ പോലെ നേരം വൈകി വണ്ടിക്കാർ ചീത്തറിയിട്ടാ തമാശ കളിക്കാൻ നിൽക്കണ്ട കഴിച്ചോ ഉച്ചയ്ക്ക് കുറി വരച്ചാൽ തുണിക്ക് കാണിക്കേ ഇനി ഒരു മുട്ട പിന്നെ 2 കഷ്ണം ഒരു ഇഡ്ഡലി കഴിച്ചാൽ കഴിഞ്ഞു ആ വെള്ളം മാത്രമേ തരുന്നുള്ളൂ അതാ മുട്ട ചൂടുള്ള മുട്ട ചെയ്തുണ്ടാകുമ്പോൾ കൂടെ ഇരിക്കും വായ മുകളിൽ തുറക്കുക കുറുമ്പുവോ എന്നിട്ട് തോളെ കുടുംബാന്ന് പറയും ദേവുട്ടി എന്നെ എനിക്കൊന്നും ഇത്ര കുറുമ്പില്ല ഇത് ദേവുട്ടി തന്നെയാണ് ദേവുട്ടിയാണ് കുറുമ്പൂണി ഭക്ഷണം കൊടുക്കുമ്പോൾ കൈ അടിക്കുക ഭക്ഷണത്തിൽ വേപ്പല കണ്ടുവന്നുണ്ട് ചീത്തറിയാം മിളക് കണ്ടുവന്നുണ്ട് ചീത്തറിയാം ഞാൻ എന്താ ചെയ്യാ ചോദിച്ചേ ഇങ്ങോട്ട് കൊടുത്ത കഴിഞ്ഞു ഇനി ഒരു 1 ഇഡ്ഡലി കഴിച്ചാൽ കഴിഞ്ഞു കേട്ടോ ആ അച്ചാച്ചൻ്റെ പരാതിയിലുള്ള അച്ചാച്ചൻ കൂടെ വന്നടിച്ചു നോക്കുക ശരിയാ മുടിച്ചിട്ടില്ല വെള്ളം കൊണ്ടും മറത്തേക്ക് പൊക്കോട്ടെ ചെരുപ്പോട്ട് അവിടെ ഞാൻ കുറി വരച്ചിട്ടാ അങ്ങോട്ട് പോകണ്ടാട്ടാ നീ
എന്താ തുണി കഴിച്ചിട്ട് ദൈവട്ടി അതിൻ്റെ ചെയ്തോളൂ ഉണ്ണി മറത്തി പോയിട്ട് പോലെ കുഴിഞ്ഞു അതാ കഴിഞ്ഞു തുണി കഴിഞ്ഞ് ഞാനിക്കേ അമ്മ ചോറ് തിന്നാണോ? അച്ഛനും മടിയിൽ മെല്ലെ ഇറങ്ങുന്ന സ്നേഹത്തില് അപ്പൊ ഞാൻ പോവാണ് ബാക്കി ദൈവട്ടി ഉണ്ണി കൂടി അതിൻ്റെ ഇട്ടാ ഉണ്ണി വെള്ളം കുടിച്ചിട്ട് ആ തോന്നല Bye. See you. Bye.